ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനമാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഹാഫ് ക്ലച്ച് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ ക്ലച്ച് റിലീസ് ചെയ്യുന്ന സമയത്ത് വണ്ടി ഉരുണ്ട് തുടങ്ങുന്ന ബൈറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്, ഓരോ കയറ്റത്തിൻ്റെ അളവനുസരിച്ച് ഈ ബൈറ്റിംഗ് പോയിന്റ് അല്ലെങ്കിൽ ഹാഫ് ക്ലച്ചിൽ നേരിയ വ്യത്യാസം വരുമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാതെ എല്ലാ ഭാഗങ്ങളിലും ഒന്നാണ് ഹാഫ് ക്ലച്ച് എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. നിങ്ങളിൽ പല ആൾക്കാർ അങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും വണ്ടി ഓഫായി പോകുന്നത്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ വണ്ടി കിടക്കുന്നത്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗുഡ്സൺ കട്ടപ്പന. കാർ ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് എല്ലാവരും ഡ്രൈവിങ്ങിൽ പരാജയപ്പെടുന്ന ഒരു സിറ്റുവേഷനുണ്ട്. എത്ര ശ്രമിച്ചു കഴിഞ്ഞാലും ഈ ഒരു സിറ്റുവേഷൻ മാത്രം പഠിച്ചെടുക്കാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് വാഹനം ഓടിച്ചു തുടങ്ങുന്ന ഒരുപാട് പേർക്കുണ്ട്. അതായത് എല്ലാ ഗിയറും മാറി ഒരു വാഹനം ഡ്രൈവ് ചെയ്യും, അതുപോലെ സ്റ്റിയറിംഗ് അത്യാവശ്യമൊക്കെ സ്റ്റഡി ആയിട്ട് വണ്ടി ഓടിക്കും, ലെഫ്റ്റ് സൈഡ് ചേർന്ന് വണ്ടി ഓടിക്കും. പക്ഷെങ്കിൽ നമ്മുടെ ഒരു വാഹനം ഒരു കയറ്റത്ത് വന്ന് ഓഫായി കഴിഞ്ഞാൽ പല ആൾക്കാർക്കും ആദ്യത്തെ ട്രിപ്പ് തന്നെ വണ്ടി മുന്നോട്ടെടുക്കാനായിട്ട് അറിയത്തില്ല. നിരന്തരം വണ്ടി ഓഫായി പോകുന്ന ഒരു പ്രശ്നം പല ആൾക്കാർക്കും വരാറുണ്ട്. എന്നാൽ ചെറിയൊരു ട്രിക്ക് നിങ്ങൾ ഇതിനു വേണ്ടി ഒന്ന് പ്രാക്ടീസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്രശ്നം വളരെ ഈസി ആയിട്ട് തന്നെ പരിഹരിക്കാനും കയറ്റത്തെ വണ്ടി നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം എടുത്തു പോകാനായിട്ട് കഴിയും. ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു നോക്കുക, പ്രയോജനം ചെയ്യും. ഉപകാരപ്പെട്ടെങ്കിൽ കമന്റ് ബോക്സിൽ എഴുതിയിടുകയും ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇപ്പോൾ എൻ്റെ വാഹനം കിടക്കുന്നത് ഒരു കയറ്റത്താണ്, അതായത് ഒരു കയറ്റം തുടങ്ങുന്ന ഏരിയയിലാണ് എൻ്റെ വാഹനം കിടക്കുന്നത്. ഇവിടെ നിങ്ങൾ വാഹനം ഓടിച്ചു പോകുന്നതിനിടയിൽ വണ്ടി ഓഫായി കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ഓരോ കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യുക. ഇപ്പോൾ വണ്ടി ഓടിച്ചു പോകുന്നതിനിടയിൽ കയറ്റത്ത് ഓഫായി, പെട്ടെന്ന് ബ്രേക്കേ കാല് വെക്കുക, ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടുക. ഓഫായ വണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, പെട്ടെന്ന് തന്നെ വാഹനം സ്റ്റാർട്ട് ചെയ്യുക. വണ്ടിയുടെ താക്കോൽ ഓൺ ചെയ്യുന്നു, വാഹനം ഞാനിതേ സ്റ്റാർട്ട് ചെയ്യുന്നു. എന്നിട്ട് അടുത്ത ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമ്മൾ ഫസ്റ്റ് ഗിയറിലാണെന്ന് ഉറപ്പ് വരുത്തണം. ചിലപ്പോൾ നമ്മൾ സെക്കൻഡ് ഗിയറിലായിരിക്കാം ഒരു കയറ്റം കയറി വരുന്നത്. പെട്ടെന്ന് നമുക്ക് വാഹനം എടുത്ത് ഓടിച്ചു വന്നപ്പോൾ അങ്ങ് ഓഫായി പോയി. അപ്പം നമുക്ക് സെക്കൻഡ് ഗിയറിൽ തന്നെ വീണ്ടും എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം വണ്ടി ഓഫായി പോകും. അപ്പോൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് ഗിയർ ആണെന്ന് ഉറപ്പ് വരുത്തുക. അതിന് വണ്ടിയുടെ ഗിയർ ലിവർ ന്യൂട്രാക്കിയിട്ട് ഗിയർ തെറ്റാതിരിക്കാനായിട്ട് എന്ത് ചെയ്യണം, കൈ ഇങ്ങനെ പിടിക്കണം. എന്നിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് പരമാവധി ലിവർ ചേർക്കുക, ന്യൂട്രൽ ഭാഗം ലെഫ്റ്റ് സൈഡിലേക്ക് ചേർക്കുക. എന്നിട്ട് മുകളിലേക്ക് ചേർത്ത് നമ്മളൊന്ന് തള്ളി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ഗിയർ കറക്റ്റായിട്ട് വീഴും. ഒരു കാരണവശാലും ഫസ്റ്റിനോട് അടുത്ത് കിടക്കുന്ന തേർഡ് ഗിയറിലേക്ക് വീഴത്തില്ല. അടുത്ത ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതേ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്ത് കൊടുക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഹാഫ് ക്ലച്ച് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ ക്ലച്ച് റിലീസ് ചെയ്യുന്ന സമയത്ത് വണ്ടി ഉരുണ്ട് തുടങ്ങുന്ന ബൈറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്, ഓരോ കയറ്റത്തിൻ്റെ അളവനുസരിച്ച് ഈ ബൈറ്റിംഗ് പോയിന്റ് അല്ലെങ്കിൽ ഹാഫ് ക്ലച്ചിൽ നേരിയ വ്യത്യാസം വരുമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാതെ എല്ലാ ഭാഗങ്ങളിലും ഒന്നാണ് ഹാഫ് ക്ലച്ച് എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. നിങ്ങളിൽ പല ആൾക്കാർ അങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും വണ്ടി ഓഫായി പോകുന്നത്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ വണ്ടി കിടക്കുന്നത് ഒരു കയറ്റം തുടങ്ങുന്ന ഏരിയയിലാണ്. ഇവിടെ ഒരു ചെറിയ കയറ്റമാണ്. അപ്പോൾ ഈ ചെറിയ കയറ്റത്ത് എനിക്ക് വാഹനം എടുക്കുന്ന സമയത്ത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ട മെത്തേഡാണ് നിങ്ങളെ കാണിച്ചു തരുന്നത്. ഞാൻ ബ്രേക്കിൽ നിന്ന് ഒരു കാരണവശാലും കാല് എടുക്കത്തില്ല. നിങ്ങൾ പല ആൾക്കാരും ബ്രേക്കിൽ നിന്ന് ഇങ്ങനെ ആയിരിക്കും, വണ്ടി ബാക്കിലേക്ക് പോകും. അപ്പം തന്നെ നിങ്ങൾക്ക് ടെൻഷൻ ആവും. അപ്പോൾ എന്ത് ചെയ്യണം, ബാക്കിലേക്ക് പോയെന്ന് കരുതി ടെൻഷൻ ആകരുത്, ബ്രേക്ക് ചവിട്ടി പിടിച്ചാൽ മതി, വണ്ടി അവിടെ നിന്നോളും. ഓക്കെ, അപ്പോൾ ബ്രേക്ക് ചവിട്ടി പിടിക്കുന്നു. ഇനി ഞാൻ ചെയ്യുന്ന അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഹാഫ് ക്ലച്ച് കണ്ടുപിടിക്കാനായിട്ട് ക്ലച്ച് റിലീസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ക്ലച്ച് റിലീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രോപ്പർ ബൈറ്റിംഗ് പോയിന്റ് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു വഴി എന്ന് പറയുന്നത്, വാഹനത്തിൻ്റെ സൗണ്ടിൻ്റെ വേരിയേഷൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇപ്പം ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടിയപ്പം വണ്ടിയുടെ സൗണ്ട് സ്മൂത്ത് ആണ്. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, ബ്രേക്ക് നന്നായിട്ട് ചവിട്ടി പിടിച്ചിട്ട് ക്ലച്ചിൽ നിന്ന് പതിയെ കാല് റിലീസ് ചെയ്യുന്നു. ഇപ്പോൾ വണ്ടിയുടെ സൗണ്ട് സ്മൂത്താണ്. ഇത് ക്ലച്ചിൽ നിന്ന് ഇങ്ങോട്ട് അയച്ചു വരുന്ന സമയത്ത് ഇപ്പം ഇതേ വണ്ടിക്കുള്ളിൽ ചെറിയൊരു വിറയിൽ വന്നു തുടങ്ങിയ ആദ്യ പോയിന്റ് തന്നെ ഞാനിവിടെ ബാലൻസ് ചെയ്തു. വീണ്ടും ഞാൻ ക്ലച്ചിൽ നിന്ന് അയച്ച് വിറയിൽ കൂട്ടിയില്ല. ആദ്യ പോയിന്റ് തന്നെ ഞാൻ എന്ത് ചെയ്തു, ഇടത്തെ കാല് ക്ലച്ചിൽ ബാലൻസ് ചെയ്ത് പിടിച്ചേക്കാണ്. ഇനി ഒരു കാരണവശാലും ആ ബാലൻസ് ചെയ്ത പോയിന്റിൽ നിന്ന് ഞാൻ കാല് മാറ്റില്ല. എന്നിട്ട് എന്ത് ചെയ്യുന്നു, പതിയെ ഞാൻ എന്ത് ചെയ്തു, ബ്രേക്കിൽ നിന്ന് കാലൊന്ന് എടുത്തപ്പോൾ നിങ്ങൾ നോക്കിക്കേ, എൻ്റെ വണ്ടി ബ്രേക്കിൻ്റെ സഹായമില്ലാതെ ചെറിയ കയറ്റത്ത് ഹാഫ് ക്ലച്ചിൽ അല്ലെങ്കിൽ പ്രോപ്പർ ബൈറ്റിംഗ് പോയിന്റിൽ നിൽക്കുകയാണ്. അപ്പോൾ ബ്രേക്കിൽ നിന്ന് ഞാൻ കാലെടുത്തപ്പോൾ പ്രോപ്പർ വിറയിൽ പോയിന്റിലായതുകൊണ്ടാണ് എൻ്റെ വണ്ടി നിന്നത്. അല്ലെങ്കിൽ വണ്ടി ബാക്കിലേക്ക് റോളാകും. അപ്പം നമ്മൾ ബ്രേക്കിൽ നിന്ന് അയക്കുന്ന സമയത്ത് വണ്ടി പുറകിലേക്ക് പോകുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, വീണ്ടും ബ്രേക്ക് ചവിട്ടി പിടിച്ചിട്ട് ക്ലച്ചിൽ നിന്ന് ഒരു പൊടിക്കും കൂടെ കാല് റിലീസ് ചെയ്യുക. അപ്പോൾ ഒരു ഇത്തിരി കൂടെ വിറയിൽ വരുമ്പോൾ എന്ത് ചെയ്യണം, വീണ്ടും അവിടെ ക്ലച്ച് ബാലൻസ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് ബ്രേക്ക് ഒന്ന് അയച്ചു നോക്കുന്ന സമയത്ത് പ്രോപ്പർ ഹാഫ് ക്ലച്ചിലാണെങ്കിൽ നമ്മുടെ വാഹനം കണ്ട് ഇതുപോലെ നിൽക്കും. എന്നിട്ട് അടുത്ത ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നിങ്ങൾ ബ്രേക്കിൽ നിന്ന് കാലെടുത്ത്
ആക്സിലറേഷൻ കൊടുക്കുക. ഇതുകൊണ്ടോ ആക്സിലറേഷൻ ഞാൻ മുന്നോട്ട് നന്നായിട്ട് കൊടുത്തോണ്ട് എന്ത് ചെയ്യണം, നിങ്ങൾ ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് കാലെടുക്കണം. അതായത് ആക്സിലറേഷൻ കൊടുത്തോണ്ട് മാത്രമേ ഈ പോയിന്റിൽ നിന്ന് കാലെടുക്കാവുള്ളൂ. നിങ്ങൾ നോക്കുക, ആക്സിലറേഷൻ ഞാൻ മുന്നോട്ട് കൊടുത്തോണ്ട് ഈ ഹാഫ് ക്ലച്ച് പോയിന്റിൽ നിന്ന് കാലയച്ചു. അപ്പോൾ എന്ത് ചെയ്തു, എൻ്റെ വാഹനം കണ്ടോ ഇതുപോലെ മുന്നോട്ട് നീങ്ങി. ഇനി നിങ്ങളെ അടുത്തതായിട്ട് ഞാൻ കാണിച്ചു തരുന്നത് കുറച്ചും കൂടെ നല്ല വലിയൊരു കയറ്റത്തെ നമ്മുടെ വണ്ടി വന്ന് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ എടുത്ത മെത്തേഡിൽ വണ്ടി എടുക്കാനായിട്ട് കഴിയുമോ. അതായത് കയറ്റത്തിൻ്റെ അളവ് നല്ല രീതിയിലുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ചെയ്ത ഈ ടെക്നിക്കുകൾ എല്ലാ കയറ്റത്തും വർക്കാകില്ല. അതിൻ്റെ കാര്യം എന്താണെന്ന് ഞാൻ പറയാം. കയറ്റം നല്ല രീതിയിൽ കൂടുന്ന ഏരിയകളിൽ നമുക്കൊരു വാഹനത്തെ ബ്രേക്കിൻ്റെ സഹായമില്ലാതെ ക്ലച്ചിൽ മാത്രം നിർത്താൻ കഴിയത്തില്ല. അതായത് പോയിന്റ് ശ്രദ്ധിക്കുക, ബ്രേക്കിൻ്റെ സഹായമില്ലാതെ ക്ലച്ചിൽ മാത്രം നിർത്താൻ കഴിയത്തില്ല. അങ്ങനെ നമ്മൾ നിർത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ വണ്ടി ഓഫായി പോകാനും വാഹനം നമുക്ക് എടുക്കാൻ കഴിയാതെ വരും. ഇപ്പോൾ ഉദാഹരണം പറയാം. ഇതുകൊണ്ട് ഇപ്പോൾ ഞാനൊരു കയറ്റം കയറി വരികയാണ്. ഈ കയറ്റത്തെ എൻ്റെ വാഹനം ഞാൻ എന്ത് ചെയ്തു, ഇവിടെ നിർത്തുന്നു. നിങ്ങൾ നോക്കുക, ഫുൾ ക്ലച്ച് ഓട്ടി ബ്രേക്ക് ചെയ്ത് എൻ്റെ വാഹനം നിർത്തുന്നു, ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്നു. ഇപ്പോൾ എൻ്റെ വാഹനം നല്ല വലിയ കുത്തനെയുള്ള കയറ്റത്താണ് നിൽക്കുന്നത്. നമ്മൾ നേരത്തെ എടുത്ത ആ കയറ്റത്തിൽ നിന്ന് കുറച്ചും കൂടെ വലിയ കുത്തനെയുള്ള ഒരു കയറ്റം. കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ ഉണ്ട്, ഹാൻഡ് ബ്രേക്ക് ഞാൻ റിലീസ് ചെയ്തേക്കാണ്. എന്നിട്ട് ബ്രേക്ക് ചവിട്ടി പിടിച്ചിട്ട് ക്ലച്ചേന്ന് ഞാൻ റിലീസ് ചെയ്യുകയാണ്. വണ്ടിയുടെ സൗണ്ട് ശ്രദ്ധിക്കുന്നു, ക്ലച്ചിൽ നിന്ന് പതുക്കെ റിലീസ് ചെയ്ത് വരുന്നു. വാഹനത്തിൻ്റെ ഉള്ളിൽ ഫസ്റ്റ് വിറയിൽ വന്നു. ഞാൻ ഇടത്തേക്കാൽ അവിടെ ബാലൻസ് ചെയ്ത് പിടിക്കുന്നു. എന്നിട്ട് ഞാൻ ബ്രേക്കിൽ നിന്ന് എടുക്കുകയാണ്, വണ്ടി ബൈക്കിലേക്ക് പോകുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ വീണ്ടും എന്ത് ചെയ്തു, വീണ്ടും ക്ലച്ചിൽ നിന്ന് ആ വിറയിൽ പോയിന്റ് ബാലൻസ് ചെയ്തിട്ട് ഞാൻ വീണ്ടും പതിയെ ക്ലച്ചിൽ നിന്ന് അയക്കുകയാണ്. ഇപ്പം വണ്ടി നന്നായിട്ട് വിറയ്ക്കാൻ തുടങ്ങി. ഈ സമയത്ത് ഞാൻ ബ്രേക്കിൽ നിന്ന് കാലെടുത്തപ്പോഴും ഇതുകൊണ്ട് എൻ്റെ വണ്ടി ബൈക്കിലേക്ക് പോവാണ്. കയറ്റത്തിൻ്റെ അളവ് കൂടുതലാണ്. അപ്പോൾ എന്ത് ചെയ്യണം, എന്തായാലും നമ്മുടെ വണ്ടി ബൈക്കിലേക്ക് പോകുന്ന വലിയ കുത്തനെയുള്ള കയറ്റത്ത് നമ്മുടെ വാഹനം വരാം. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻ വരുമ്പോൾ എന്ത് ചെയ്യണം, വാഹനം നമ്മൾ ഒരു കാരണവശാലും നമുക്ക് ബ്രേക്കിൻ്റെ സഹായമില്ലാതെ ക്ലച്ച് മാത്രം വണ്ടി നിൽക്കത്തില്ല, വണ്ടി ബാക്കിലേക്ക് ഉരുണ്ടുരുണ്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ബാലൻസ് ചെയ്യാൻ പറ്റുന്ന പ്രോപ്പർ ഹാഫ് ക്ലച്ച് ഏതാണോ അത് നമ്മൾ ബാലൻസ് ചെയ്ത് പിടിക്കുക. ആ ലെവൽ കറക്റ്റായിട്ട് ബാലൻസ് ചെയ്ത് പിടിക്കുക. ബ്രേക്കിൽ നിന്ന് അയച്ചാലും വണ്ടി ബാക്കിലേക്ക് പോകുന്നുണ്ടെങ്കിലും ആ ലെവൽ ബാലൻസ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് ക്വിക്കായിട്ട് ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലറേഷൻ കൊടുക്കുന്നത് നല്ല സ്പീഡിലായിരിക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ കൊടുക്കുന്ന കയറ്റം, നമ്മൾ നിൽക്കുന്ന കയറ്റത്തിൻ്റെ അളവ് മനസ്സിലാക്കി കൂടുതൽ ആക്സിലറേഷൻ കൊടുക്കണം. അതായത് നിങ്ങൾ നോക്കുക, ഞാൻ ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലറേഷൻ കൂടുതലായിട്ട് കൊടുക്കുന്നു. ഇതുകൊണ്ടോ ആക്സിലറേഷൻ പമ്പ് ചെയ്ത് ഇങ്ങനെ പമ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ എൻ്റെ വണ്ടി നിങ്ങൾ നോക്കിയേ, ക്ലച്ചിലും ആക്സിലറേഷനിലുമായിട്ട് എൻ്റെ വണ്ടി കയറ്റത്ത് നിൽക്കുകയാണ്. അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ വണ്ടി എന്ത് ചെയ്യും, ആക്സിലറേഷൻ്റെ മുന്നോട്ട് കൊടുക്കുന്ന പവറിലും ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് റിലീസ് ചെയ്ത് ആ പ്രോപ്പർ പോയിന്റിലും ആകുമ്പോൾ എൻ്റെ വണ്ടി എന്ത് ചെയ്യും, പ്രോപ്പറായിട്ട് ഒരു വലിയ കയറ്റത്ത് ഇതുപോലെ നിൽക്കും. എന്നിട്ട് ആക്സിലറേഷൻ നമ്മൾ മുന്നോട്ട് കൊടുത്തോണ്ട് ഈ ഹാഫ് ക്ലച്ച് പോയിന്റിൽ നിന്ന് അയക്കുമ്പോൾ നമ്മുടെ വാഹനം കയറ്റത്തെടുക്കാനായിട്ട് കഴിയും. അപ്പോൾ ആ കയറ്റത്തിൻ്റെ വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ഈ മെത്തേഡിൽ നിങ്ങൾ 3 രീതിയിലും പ്രാക്ടീസ് ചെയ്യുക. 3 രീതിയിലും പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പേടിക്കേണ്ട കാര്യം വരത്തില്ല. ചെറിയ കയറ്റത്തെടുക്കാൻ പറ്റും, ഒരു മീഡിയം വരുന്ന കയറ്റത്ത് നിങ്ങൾക്ക് വണ്ടി എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നല്ല വലിയ കുത്തനെയുള്ള ഒരു കയറ്റത്ത് നിങ്ങളുടെ വണ്ടി വന്ന് പെട്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എടുക്കാനായിട്ട് കഴിയും. അപ്പോൾ ഈ മെത്തേഡ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തെന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. ഓരോ വീഡിയോകളും വളരെയധികം എഫേർട്ട് എടുത്താണ് നിങ്ങൾക്ക് വേണ്ടി ചെയ്തിരുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പറൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഓക്കെ, ബൈ.